ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് അപ്ഡേറ്റ്സ് തരാൻ വേണ്ടിയിട്ടാണ്. സോ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം എനിക്ക് എല്ലാം എന്താ പറയുക മെസ്സേജിൽ റിപ്ലൈ ആയിട്ട് തരാനും എല്ലാം ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും രണ്ടിലും എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ മെസ്സേജ് അമ്മൂമ്മയുടെ പിറന്നാൾ സെലിബ്രേഷൻ എന്താ ചെയ്തത്, അത് പ്ലസ് അമ്മൂമ്മയുടെ ഹെൽത്ത് അപ്ഡേറ്റ്സ്. കുറേ ആൾക്കാർക്ക് അറിയാം, ഞാൻ ഓൾറെഡി ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മൂമ്മയ്ക്ക് ഒട്ടും വയ്യ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഒന്ന് രണ്ട് പേര് അമ്മൂമ്മയെ കാണുകയും ചെയ്തു അതിനുശേഷം. അപ്പോൾ അമ്മൂമ്മയുടെ ഹെൽത്ത് കണ്ടീഷൻ അവർ നേരിട്ട് കണ്ടതാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയേക്കുമായിരുന്നു. അപ്പോൾ അവിടുന്ന് തിരിച്ചു വരുന്നതിന് മുമ്പ് അമ്മൂമ്മ അവിടെ കുറച്ച് വയ്യാതിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞു. വന്നു കഴിഞ്ഞ് ഞാൻ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അമ്മൂമ്മ ട്രിപ്പൊക്കെ ഇട്ട് ഡോക്ടേഴ്സ് വന്ന് മോർണിംഗ് ആൻഡ് ഈവനിങ് ആൻറ്റിബയോട്ടിക്സ് ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടായിരുന്നു. അമ്മൂമ്മയ്ക്ക് ബ്ലഡ് പെട്ടെന്നൊരു പനി വന്നു. നമ്മുടെ ഇവിടെ ഒരു പനി നടക്കുന്നുണ്ടല്ലോ കേരളത്തിൽ. എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആൾക്കാർക്കും ആ ഒരു പനി ഉണ്ടെന്ന് തോന്നുന്നു. നല്ല ത്രോട്ട് പെയിന്, പിന്നെ ചെസ്റ്റ് കൺജഷൻ, പിന്നെ ഒരു ഇൻഫെക്ഷൻ ബോഡിയിൽ സി ആർ പി അത് തന്നെ അത് കൂടി എന്താ പറയുക ഇൻഫെക്ഷൻ വളരെ കൂടുതലാണ്. ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ ഈ സെയിം ഫീവറാണ് എനിക്ക് വന്നത്. സെയിം, ഒരു മാറ്റവും ഇല്ല. കാരണം എൻ്റെയും CRP കൂടി 180 വരെ എത്തിയതാണ് ഈ പനി ഉണ്ടായിരുന്ന സമയത്ത്. അപ്പം എന്തുകൊണ്ടാണ് ഇൻഫെക്ഷൻ ആർക്കും അറിയാൻ മേലാതെ എനിക്ക് ഒരുപാട് ടെസ്റ്റ് ചെയ്തു. ഒരുപാട് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 4 ദിവസം ഹോസ്പിറ്റലൈസ് ചെയ്ത് കിടക്കേണ്ട ഒരാവശ്യം എനിക്ക് പോലും ഇല്ലായിരുന്നു. പക്ഷേ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു പനി അവർക്കും അറിയാൻ പറ്റത്തില്ല എന്താണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതൊരു കോമൺ സിംറ്റമാണ്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് ഇതുപോലെ CRP 200+ പോയി. നമുക്ക് 20 മതി ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷെ അമ്മൂമ്മയ്ക്ക് 200+ ഉണ്ട്. അപ്പോൾ അത് 2 ടൈംസ് ആൻറ്റിബയോട്ടിക്സ് എടുക്കുമ്പോൾ അത് കുറഞ്ഞു വരണം. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വീക്കായിട്ട് തോന്നുന്നത്. അമ്മൂമ്മ തീരെ വീക്കായിരുന്നു. അപ്പോൾ എനിക്ക് ഇത്രയും ആരോഗ്യമുള്ള ആളായിട്ട് പോലും എനിക്ക് ആ പനി വന്നപ്പോൾ എനിക്കറിയാം സെയിം ആണെന്നും എനിക്കറിയാം. അപ്പോൾ ആ ഒരു വീക്ക്നെസ് എത്രത്തോളം ആയിരുന്നു എന്ന് ഞാൻ അനുഭവിച്ചു. അത്രയും വീക്ക്നെസ് സഹിക്കാൻ മേലാഞ്ഞിട്ടാണ് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് വരെ ആയത്. അല്ല, ഞാൻ ഒരിക്കലും ഹോസ്പിറ്റലിൽ കഴിവതും ഇംഗ്ലീഷ് മരുന്ന് എടുക്കുന്ന ആളല്ല ഞാൻ. അപ്പോൾ സംഭവം പിന്നെ ഞാൻ മൺഡേ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് വന്ന അമ്മൂമ്മയെ കാണുമ്പോൾ അമ്മൂമ്മ തീരെ വയ്യാതെ കിടക്കുവാണ്. ഈ കഴിഞ്ഞ ഒരു വീക്കായിട്ടും ഞാൻ 1-2 ദിവസം പോകാൻ പറ്റിയില്ല. പിന്നെ കഴിവതും ആ ആൾക്ക് റെസ്റ്റ് വേണം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ ഉറങ്ങുന്ന സമയത്ത് ഞാൻ മിക്ക സമയം പോകുമ്പോൾ ഉറങ്ങുമായിരിക്കും. പിന്നെ സംസാരിപ്പിക്കാറില്ല, ഒന്നും ചോദിക്കാറില്ല. ചില ദിവസം എന്നെ തന്നെ മറന്നു പോവും. അപ്പം അത്ര വീക്കാണ് ആള്. അങ്ങനെ ആയിരുന്നത് കൊണ്ട് പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ മിക്കവർക്കും അറിയാമായിരിക്കും, പേരമ്മ, അതായത് ഓമന പേരമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് മരിച്ചു പോയായിരുന്നു ഒരു 12 ദിവസം മുമ്പ്. അപ്പോൾ അതിൻ്റെ ചടങ്ങുകളും എല്ലാം ആയിട്ട് എല്ലാവരും ബിസിയാണ് അവിടെ. ഇവിടുന്ന് അങ്ങോട്ട് പോവുക. അവരിവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ അമ്മൂമ്മയും നോക്കുന്ന ആളും പിന്നെ അമ്മൂമ്മയുടെ ഒരു മകളും മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് അവിടെ പോയി നോക്കും. അപ്പോൾ ഇങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ. സോ ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പിറന്നാൾ സെലിബ്രേഷൻ എന്നൊന്നും അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലല്ല ആരും. സോ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങൾ നടന്നത്. കുറച്ച് 10-15 ദിവസമായിട്ട് വളരെ മോശം കാര്യങ്ങളൊക്കെ ആയിരുന്നു നടന്നിരുന്നത്. സോ ഞാനൊരു കേക്ക് വാങ്ങിച്ചു, കട്ട് ചെയ്ത് അമ്മൂമ്മയ്ക്ക് കുറച്ച് കൊടുത്തു. അമ്മൂമ്മ കുറച്ച് കഴിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഒരുപാട് പേര്, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയതെന്ന് പറഞ്ഞാൽ ഒന്ന് പിന്നെ നമ്മുടെ ലാൽ സാറ് വിഷ് ചെയ്തതും, നമ്മൾ ശരിക്കും പറഞ്ഞാൽ അമ്മൂമ്മ ഭയങ്കര എക്സ്പെക്റ്റ് ചെയ്ത് അത് കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു വീഡിയോ ആണ് അത്. അമ്മൂമ്മ കണ്ടിട്ടും റിയാക്ട് ചെയ്യാൻ അമ്മൂമ്മയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ അമ്മൂമ്മ അത്രയും വീക്കാണെന്നാണ് അതിൻ്റെ അർത്ഥം. അമ്മൂമ്മ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്തതും എന്നോട് ഞങ്ങൾ എല്ലാവരോടും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതും മോഹൻലാൽ എൻ്റെ പിറന്നാളിന് വരുമോ എന്നായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ അയച്ചു തന്നു. അതെനിക്ക് വളരെയധികം സന്തോഷം. എല്ലാവരുടെയും തിരക്കുകൾ നമുക്കറിയാമല്ലോ. അപ്പോൾ ആ വീഡിയോ കാണാൻ കൂടി അമ്മൂമ്മയ്ക്ക് ഉള്ള ഒരു എന്താ പറയുക, അത്രയും ഒരു ഇതില്ലായിരുന്നു, ഒരു എനർജി ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ അമ്മൂമ്മയുടെ ഫേസൊക്കെ ആയാലും മൊത്തത്തിൽ വയസ്സായ പോലെ ആയി. ഉള്ളിലേക്ക് വായൊക്കെ അങ്ങ് പോയി, അങ്ങ് മെലിഞ്ഞ ഒരു ഇതുപോലെ ആയി. അമ്മൂമ്മ എല്ലാവരും ഭക്ഷണം കഴിപ്പിക്കാനും എല്ലാത്തിനും ശ്രമിക്കുന്നുണ്ട്. അമ്മൂമ്മയ്ക്ക് ഏത് രീതിയിൽ ഭക്ഷണം കൊടുക്കണമെങ്കിലും കൊടുക്കാം, പക്ഷെ അത് കഴിക്കാൻ പറ്റുന്നില്ല അത്ര. പിന്നെ കുറച്ച് പാല്, ഇപ്പം കുറച്ച് സോളിഡ് ഫുഡുകൾ കുഞ്ഞായിട്ട് കഴിച്ചു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷനോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അമ്മൂമ്മയുടെ ഹെൽത്ത് അപ്ഡേറ്റ് ഓരോ ഡേ ബെറ്റർ എന്ന് പറയാം. അതിനൊരു വലിയ കാരണം കൂടി ഉണ്ട്, അതും ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആശ്വാസമായിട്ടുള്ളത് അമ്മൂമ്മയുടെ പിറന്നാളിൻ്റെ ദിവസം, എല്ലാവർക്കും അറിയാം അമ്മൂമ്മയുടെ പിറന്നാൾ
കർക്കിടക മാസത്തിലെ തൃക്കേട്ടയാണത്. അപ്പോൾ കേരളത്തിൻ്റെ സൗത്ത്, അതായത് തിരുവനന്തപുരം മുതൽ അങ്ങ് വടക്ക് കേരളം വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അമ്മുമ്മയ്ക്ക് വഴിപാട് കഴിച്ച് എനിക്ക് റെസിപ്റ്റ് അയച്ചു തന്നവരുണ്ട്. കുറേ ആൾക്കാർ മൂകാംബികയിൽ പോയി അവിടെ പോയി വഴിപാട് കഴിച്ചു. അപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ മെസ്സേജസ്, എനിക്ക് ഏറ്റവും സന്തോഷമായത് അതാണ്. ഞാൻ എൻ്റെ മെസ്സേജസ് ഒക്കെ ഇൻസ്റ്റയിൽ തുറന്നു പോലും നോക്കാനുള്ള ഒരു അത്രയും എനിക്ക് സമയം കിട്ടുന്നില്ല. പക്ഷേ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ തുറന്നു നോക്കുമ്പോൾ എനിക്ക് റെസിപ്റ്റ് ഒക്കെ അയച്ചു വിട്ടിട്ടുണ്ട്. അമ്മൂമ്മയുടെ പേരിൽ ഇന്ന പരിപാടി കഴിച്ചു, അങ്ങനെ കഴിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെസിപ്റ്റ് അടക്കം നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ അമ്മൂമ്മയുടെ പിറന്നാളിന് വളരെ വലിയ പൂജകളൊക്കെ ചില സ്ഥലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ പ്രസാദം നാളെ വീട്ടിലേക്ക് വരും എന്നെല്ലാം പറഞ്ഞ് നമുക്ക് വരും. ഇതെല്ലാം ഞാൻ അമ്മൂമ്മയോട് പറയുമ്പോൾ അമ്മൂമ്മയ്ക്ക് ഭയങ്കര വിശ്വാസങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അമ്മൂമ്മ എപ്പോഴും പറയും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി, എനിക്ക് വേറെ ഒന്നും വേണ്ടാന്ന് പറയും. അപ്പോൾ ഞാൻ അമ്മൂമ്മ ഇങ്ങനെ ചെയ്തു, അവരിങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അമ്മൂമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. എന്തായാലും അത് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇടയ്ക്കൊരു കോള് വന്നായിരുന്നു, അതുകൊണ്ടാണ് കട്ടായി പോയത്. സോ അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും അമ്മൂമ്മയെ പറ്റി വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വീട്ടിലെ ഒരാളെ പോലെയാണ്. ആർക്കും ഒരു വ്യത്യാസം തോന്നുന്നില്ല. പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇപ്പം അമ്മൂമ്മ നിങ്ങളുടെ മാത്രം അമ്മൂമ്മയല്ല, ഞങ്ങളുടെ എല്ലാവരുടെയാണെന്ന്. എനിക്കറിയാം. ഇതെല്ലാം ഞാൻ അമ്മൂമ്മയോട് പറയും. എനിക്ക് തോന്നുന്നു അമ്മൂമ്മയുടെ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നതിന് അമ്മൂമ്മ കുറച്ച് ഫേമസ് ആണെന്ന് അമ്മൂമ്മയ്ക്ക് തന്നെ അറിയാം. അപ്പോൾ അമ്മൂമ്മ ഇടയ്ക്കിടയ്ക്ക് ഇന്നവർക്ക് എന്നെ അറിയോ, അവർക്ക് എന്നെ അറിയോ, ഇവരെന്ത് പറഞ്ഞു എന്നൊക്കെ ഞാൻ അവിടെ പോയിരിക്കുമ്പോൾ അമ്മൂമ്മ ഇത് കേൾക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് ഇപ്പം ആര് വിളിച്ചാലും അമ്മൂമ്മ നേരത്തെ പാട്ട് പാടുമായിരുന്നു. അമ്മൂമ്മ ഞാൻ പട്ടിക ചൊല്ലിയത് കേട്ടോ നിങ്ങൾ, അതെല്ലാം അമ്മൂമ്മയ്ക്ക് ഒരു ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ സമയത്ത് എനിക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു പോയിരുന്ന് വീഡിയോ ചെയ്യാനും എല്ലാത്തിനും. കാരണം എൻ്റെ ഷിഫ്റ്റ് ടൈമിംഗ് വ്യത്യാസം ഉണ്ടായിരുന്നു. എനിക്ക് ജോലിയിൽ അത്ര ഭാരമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ ജോലിയുടെ ഒരു ഇത് മാറി. അപ്പോൾ എനിക്കതിൽ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട് പോകാനും അങ്ങനെ ഒരു സമയം രാവിലെ കണ്ടെത്താനും. പിന്നെ നമ്മുടെ വീട്ടിൽ ഇവിടെ കോട്ടയത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. എൻ്റെ അമ്മയ്ക്ക് അച്ഛൻ മരിച്ചതിന് ശേഷം കൂട്ടിന് വന്നത് ഒരു കുട്ടിയാണ്. അപ്പോൾ അത് ഈ ഒരു 1.5 കൊല്ലമായിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് അത് നമ്മുടെ ഇവിടുന്ന് പോയി. ഇനിയിപ്പോൾ എപ്പോൾ തിരിച്ചു വരുമോ എന്ന് കൂടെ നമുക്കറിയത്തില്ല. അവർ അമ്മയ്ക്ക് സർജറിയൊക്കെ ആവശ്യമുള്ളത് കൊണ്ട്. അപ്പോൾ ഞാനാണ് ഇവിടുത്തെ കുറേ കാര്യങ്ങൾ നോക്കുന്നത് ഇപ്പോൾ വീട്ടിൽ. പിന്നെ അമ്മയും സഹായത്തിനുണ്ട്. അമ്മയും ഞാനും കൂടെയാണ് എല്ലാം മാനേജ് ചെയ്യുന്നത്, എൻ്റെ മോൻ്റെ കാര്യങ്ങളും എല്ലാം നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഒട്ടും സമയം കിട്ടാത്തത്. ഒരു കാര്യം പോയി പറയാനും എനിക്ക് പല കാര്യങ്ങളും ഞാൻ എഴുതി വെക്കും, ചിലരൊക്കെ മറന്നു പോകാതിരിക്കാൻ. ചില ആൾക്കാർ ഇത് പറയണം അത് പറയണം, അപ്പം ഞാൻ എൻ്റെ നോട്ട്സിൽ അതെല്ലാം എഴുതി വെക്കും. പക്ഷേ ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അമ്മൂമ്മയുടെ ഒരു മൈൻഡ് സെറ്റ് നല്ലതായിരിക്കണം, ഹെൽത്ത് നല്ലതായിരിക്കണം, പിന്നെ അമ്മൂമ്മ അത് കേൾക്കാനുള്ളൊരു മൂഡിലായിരിക്കണം. അപ്പോൾ ഞങ്ങൾ ചില ഈവനിങ് ഒക്കെയാണ് ഞങ്ങൾ കൂടുതലും പല കാര്യങ്ങൾ സംസാരിച്ച് അങ്ങനെയൊക്കെ പോകാറുള്ളത്. ഇപ്പോൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യമല്ല, എനിക്ക് തീരെ സമയമില്ലെന്ന്. അത് ഫസ്റ്റ് കാര്യം. പിന്നെ അമ്മൂമ്മയുടെ ഹെൽത്ത് അതിലും മോശമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് അമ്മൂമ്മയ്ക്ക് കഷ്ടപ്പെടുത്തരുത് അമ്മൂമ്മയെ. പിന്നെ അമ്മൂമ്മയ്ക്ക് തിരിച്ചു വരാൻ ഏതെങ്കിലും, അതായത് തിരിച്ച് ഹെൽത്തോടെ വരാൻ, ഹെൽത്തി ആയിട്ട്, അതായത് ഒരു ബുദ്ധിമുട്ടുകളും ഇതുവരെ ആർക്കും അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അതുപോലെ അമ്മൂമ്മയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റണം. പിന്നെ ഇത്രയും ഏജുള്ള ഒരാൾക്ക് ദൈവം ഓരോ ദിവസം എത്ര ആയുസ് കൊടുക്കുന്നു, അത് ദൈവത്തിന് നന്ദി എന്ന് മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കൊടുക്കുന്ന ആ ഒരു ആയുസ് ഹെൽത്തി ആയിട്ട് കൊടുക്കണം അമ്മൂമ്മയ്ക്ക്, വളരെ സന്തോഷത്തോടെ. കാരണം എനിക്ക് എന്താ പറയുക, എപ്പോഴും എന്നോട് സംസാരിക്കുന്ന ഒരു വ്യക്തി, എന്നെ ചെല്ലുമ്പോഴേ മീനു അല്ലേ എന്ന് ചോദിക്കുന്ന ഒരാളാണ് അമ്മൂമ്മ. അപ്പോൾ ചെല്ലുമ്പോഴേ എന്നെ മറന്നു പോയിട്ട് എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരാളടുത്ത് നിൽക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. നമ്മളെ കണ്ടിട്ടില്ല. എപ്പോഴും എവിടെ ചെന്നാലും അമ്മൂമ്മ കറക്റ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ 1-2 ദിവസം ഉറക്കപ്പിച്ചിലൊക്കെ മാത്രം ഞാൻ ശോഭനയാണോ എന്ന് ചോദിച്ചിട്ടുള്ളൂ. അല്ലാതെ അമ്മൂമ്മ എപ്പോഴും എന്നെ എന്താ പറയുക, ചെല്ലുമ്പോൾ തന്നെ വർത്താനം പറയും, കൈ തിരുമ്മിക്കൊണ്ടിരിക്കണം, കൈ എപ്പോഴും ഇങ്ങനെ തൂത്തുകൊണ്ടിരിക്കണം. അപ്പോൾ കൂടുതൽ ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ നമുക്കും കുറച്ച് പോസിറ്റീവായിട്ട് തോന്നും. ഇപ്പോൾ അങ്ങനെയുള്ള ഒരാളല്ല, ഇങ്ങനെ കണ്ണടച്ച് എപ്പോഴും ഇങ്ങനെ ഒന്ന് തല കുലുക്കും, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ കഴിഞ്ഞ 2 ദിവസമായിട്ട് വളരെ സന്തോഷം എന്ന് പറയുന്നത് കുറച്ച് കൂടെ ബെറ്ററാണ് കാര്യങ്ങൾ. സോ അമ്മൂമ്മ ഫുൾ നല്ലോണം റിക്കവർ ആവട്ടെ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അപ്ഡേറ്റ് തരാം. അമ്മൂമ്മ ഇത്രയും പേരുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് എപ്പോഴും അമ്മൂമ്മയ്ക്ക് അങ്ങനെയാണ്, ഒരു
മേലാഴിക വന്നാൽ പേരമ്മയായാലും പോയി വഴിപാട് കഴിപ്പിക്കുക. അതൊക്കെ അമ്മൂമ്മയുടെ മനസ്സിന്റെ സന്തോഷമാണ് റിക്കവർ ആവുന്നത്. കാരണം അമ്മൂമ്മ ദൈവത്തോട് പ്രാർത്ഥിച്ചു, പെട്ടെന്ന് അത് റിക്കവർ ആകും എന്നുള്ളൊരു തോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മെന്റലി നമ്മൾ സ്ട്രോങ് ആകുമ്പോൾ അമ്മൂമ്മ റിക്കവർ ആകാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇത്രയും പേര് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ഇങ്ങനെ തലയാട്ടി ചിരിച്ചു എൻ്റെ അടുത്ത്. ആണോ എന്ന് ചോദിച്ചു. അയ്യോ, എനിക്കെന്തൊരു സൗണ്ട് ഇല്ലായിരുന്നു അമ്മൂമ്മയ്ക്ക്. അപ്പോൾ അമ്മ പറഞ്ഞു, അയ്യോ എനിക്ക് എങ്ങനെ നന്ദി പറയും, എല്ലാവരോടും പറയണം കേട്ടോ, നീ വേണ്ടത് ചെയ്യണം, പറയണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ ഞാൻ അത് കേട്ടു, പിന്നെ പോയി കണ്ടു. ഇന്നലെ പിന്നെ ഞാനിലും കൂടുതൽ, അതായത് ബർത്ത്ഡേയുടെ ദിവസത്തിലും കൂടുതൽ ബെറ്റർ ആയിരുന്നു. ഇന്ന് ഞാൻ ചെന്നപ്പോൾ ഉറങ്ങുമായിരുന്നു. എനിക്ക് ഇനിയിപ്പോൾ സമയമില്ല പോവാൻ, ഇനിയിപ്പോൾ രാത്രി വരെ എനിക്ക് ജോലിയുണ്ട്. വൈകിട്ടൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അധികം പോകാറില്ല. നാളെ ഇനി പോയി നോക്കാം. അപ്പോൾ ഇനി ഞാനും കുറച്ച് ദിവസങ്ങളൊക്കെ ഇവിടെ കാണുള്ളൂ, പിന്നെ ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് പോവായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് വരാം. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് കറണ്ട് അപ്ഡേറ്റ്സ്. പിന്നെ കുറേ ആൾക്കാർ എന്നോട് വേറെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, ഞാൻ ആരാണെന്ന്. ഞാൻ അമ്മൂമ്മ എന്ന് വിളിക്കുന്നതുകൊണ്ട് ഞാൻ ആരാണെന്ന്, അമ്മൂമ്മയുടെ ബന്ധം ഞാൻ ഒത്തിരി വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും എന്നെ അറിയത്തില്ലാത്തവർക്ക് പറയാം, ഞാൻ അമ്മൂമ്മയുടെ മകൻ്റെ മകളാണ്. എൻ്റെ അച്ഛൻ മരിച്ചുപോയി 2024 ഡിസംബറിൽ. അമ്മൂമ്മയുടെ ഏറ്റവും ഇളയ മകനായിരുന്നു. ഇതെൻ്റെ അച്ഛൻ്റെ അമ്മയാണ്, അമ്മയുടെ അമ്മയല്ല. അമ്മൂമ്മ എന്ന് വിളിക്കുന്നതുകൊണ്ടാണ് മിക്കവർക്കും അത് സംശയം എന്ന് തോന്നുന്നു. പിന്നെ ഞാൻ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് എന്നെ പറ്റിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് സൈബർ സെക്യൂരിറ്റിയിലാണ്. കുറേ ആൾക്കാർക്ക് അറിയില്ല, ഞാൻ ഒരു യൂട്യൂബ് പ്രൊഫഷണലിലുള്ള ആളും ഒരു സോഷ്യൽ മീഡിയയിലുള്ള ആളും ഒന്നുമല്ല. ഞാൻ വർക്ക് ചെയ്യുന്നത് പ്യുവർലി ഇൻടു സൈബർ സെക്യൂരിറ്റിയിലാണ്. അവിടെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ജോലിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. പിന്നെ എനിക്കിപ്പോൾ വർക്ക് ഫ്രം ഹോമിലുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യത്തിന് മാത്രം ഓഫീസിൽ പോയാൽ മതി. വർഷത്തിൽ 1-2 വട്ടം ഓഫീസിൽ പോയാൽ മതി. എൻ്റെ വർക്ക് ലൊക്കേഷൻ ഇപ്പം നിലവിൽ ഞാൻ കേരളത്തിലാണ്, അല്ലെങ്കിൽ ഞാൻ ബാംഗ്ലൂരാണ് എൻ്റെ ഓഫീസ്. പിന്നെ ഞാൻ പഠിച്ചതൊക്കെ ഇവിടെയല്ല, ചെന്നൈയിലാണ് പഠിച്ചതൊക്കെ. അപ്പോൾ കൂടുതലും എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും ചെന്നൈയിൽ തന്നെയാണ്. എൻ്റെ കൂടുതൽ ബന്ധങ്ങൾ, എൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള, എനിക്ക് നാട്ടിൽ അങ്ങനെ വലിയ സുഹൃത്ത് ബന്ധങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ ഉള്ളത് എൻ്റെ അമ്മയാണ്, അമ്മയുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ പിറവത്താണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്. അപ്പോൾ അവിടെ ഞാൻ മാസത്തിൽ 1-2 വട്ടം പോകും. കാരണം എൻ്റെ മോനെയും കൊണ്ട് അവിടെ നിൽക്കാനുള്ളൊരു സാഹചര്യമില്ല. കാരണം അമ്മയ്ക്ക് കുറച്ച് വയ്യാത്ത ആളാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ജോലിക്കിടയ്ക്ക് ഇവനെ നോക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ആളുണ്ട് ഫുൾ ടൈം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നത്. ഇനിയിപ്പോൾ ഇവൻച്വലി ഞാൻ അങ്ങോട്ട് പോകും. സ്കൂളിൽ അങ്കണവാടി വിടുന്ന പ്രായം 3 വയസ്സാകുമ്പോഴത്തേക്കും ഞാനൊരു 1 മന്ത് കഴിയുമ്പോൾ അങ്ങോട്ട് പോകും. പിന്നെ ഇടയ്ക്ക് ഇവിടെ വരും. അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ മാറി നിൽക്കുകയാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെയല്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ലിൻജോ എന്നാണ്. അപ്പോൾ ഹസ്ബൻഡ് ഇവിടെയല്ല, ഹസ്ബൻഡ് പോളണ്ടിലാണ്. പോളണ്ടിൽ ഒരു ബിസിനസ്സിലാണ്, സ്വന്തമായിട്ട് ബിസിനസ്സാണ്. ഒരു കമ്പനി ഉണ്ട് അവിടെ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആദ്യം ഒരു എംപ്ലോയി ആയിരുന്നു, ഒരു ജോലിയിലേക്കാണ് ആദ്യം. എൻജിനീയറാണ് ആള്. അവിടെ പോയത് വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യാനായിരുന്നു ഇനീഷ്യലി പോളണ്ടിൽ പോയത്. പിന്നെ സ്വന്തമായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഒരു 1 ഇയർ ആയുള്ളൂ ആ സ്വന്തം കമ്പനി ആയിട്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി നാട്ടിൽ വരുമ്പോൾ ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ ഇതാണ്, എനിക്കൊരു മോനുണ്ട്. എൻ്റെ മോന് 3 വയസ്സാവുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നെപ്പറ്റി പറയാൻ. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യണം.